ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ടിക്ക മസാലയാണ്. ഇതിനു വേണ്ടി 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 4 ടേബിൾ സ്പൂൺ തൈര്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം ചിക്കനിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു ചാർക്കോൾ എടുത്ത് നല്ലപോലെ കത്തിച്ചതിന് ശേഷം ഇതുപോലെ കുഴിയുള്ള ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് പെട്ടെന്ന് തന്നെ അടച്ച് ഒരു 15 മിനിറ്റ് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞ 2 സവാളയും 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഒരൽപ്പം വെള്ളം ചേർത്ത് മസാലയുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് ചെറിയ 2 തക്കാളി ജ്യൂസ് ആക്കിയത്, ഇതൊരു 6 ടേബിൾ സ്പൂൺ തക്കാളി ജ്യൂസ് ഉണ്ട്, ഇതും ചേർത്ത് നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് 7-8 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി 1 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചൂടാക്കി 3-4 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും 1 പച്ചമുളക് കീറിയതും ചെറുതായി ഒന്ന് വഴറ്റി മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡിയായി. വളരെ ടേസ്റ്റുള്ള ഒരു ചിക്കൻ മസാലയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.